ഓം നമഃശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഭരണി നക്ഷത്രത്തിൽ ജാതരായവരുടെ സൂക്ഷ്മമായ സ്വഭാവ വിശേഷങ്ങളും പെരുമാറ്റ രീതികളും വിശകലനം ചെയ്യുന്നു. ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യമുള്ള ഏവരെയും സ്നേഹപൂർവം ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഭരണി നക്ഷത്രം ഇത് നക്ഷത്ര ഗണനയിൽ രണ്ടാമത് നക്ഷത്രമാണ്. അടുപ്പ് പോലെ കാണപ്പെടുന്ന 3 നക്ഷത്രം. മധ്യാകാശത്തിൽ വരുമ്പോൾ കർക്കിടകത്തിൽ 26 വിനാഴിക ചെല്ലും. ഉദയം മേടം 28 ആണ്. ഇത് പുരുഷയോനി നക്ഷത്രവും മനുഷ്യഗണ നക്ഷത്രവുമാണ്. സ്ഥിതി നക്ഷത്രം. പൃഥ്വി ഭൂതം. അകാരം അക്ഷരമാണ്. മന്ത്രാക്ഷരം നകാരം. പുള്ള് പക്ഷിയും ആന മൃഗവും നെല്ലി വൃക്ഷവും ആണ്. പൂർണ്ണമായും മേടം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് ഭരണി. മേടം രാശിയിൽ 13 തീയതിയും 20 ഇലിയും മുതൽ ആരംഭിച്ച് 26 തീയതി 40 ഇലി വരെ മേടം രാശിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. സാഹസ കൃത്യങ്ങൾ, ദാരുണ കൃത്യങ്ങൾ, ശത്രു സംഹാര പ്രവൃത്തികൾ, വിഷസംബന്ധമായ കാര്യങ്ങൾ, കിണർ കുഴിക്കുക, കൃഷി കാര്യങ്ങൾ, അഗ്നി കർമ്മങ്ങൾ തുടങ്ങിയ പ്രവൃത്തികൾക്ക് ഈ നക്ഷത്രം ഉത്തമമാണ്. വന്ധ്യ നക്ഷത്രമാകയാൽ ശുഭകർമ്മങ്ങൾക്ക് വർജ്യവും ആണ്. ഭദ്രകാളി പ്രധാനമായ നക്ഷത്രമായതുകൊണ്ട് ഭദ്രകാളി ക്ഷേത്രങ്ങളിലെല്ലാം ഈ നക്ഷത്രത്തിനാൾ പ്രധാനമാണ്. അനിഴം നക്ഷത്രവുമായി വേദമുള്ള നക്ഷത്രമാണ്. ഭരണി, മകയിരം, പൂയം, പൂരം, ചിത്തിര, അനിഴം, പൂരാടം, അവിട്ടം, ഉത്രട്ടാതി ഈ നക്ഷത്രങ്ങളുമായി മധ്യമ രഞ്ജുദോഷവും ഭരണി നക്ഷത്രത്തിന് ഉണ്ട്. അനിഴം നക്ഷത്രവുമായി മാത്രം ഇത് വർജിച്ചാൽ മതി എന്നും ആചാര്യന്മാർക്കിടയിൽ പക്ഷാന്തരമുണ്ട്. ഭരണി നാളിൽ ജനിച്ചാൽ ശാന്ത പ്രകൃതി ആയിരിക്കുമെങ്കിലും എല്ലാവർക്കും ആ ശാന്ത സ്വഭാവം ഇഷ്ടപ്പെടുന്നതായിരിക്കുകയില്ല. ശുദ്ധ ഹൃദയരാണെങ്കിലും ക്ഷമിക്കാനും സഹിക്കാനും ഉള്ള കഴിവ് ഇവർക്ക് കുറവായിരിക്കും. മറ്റുള്ളവരോട് നയപരമായി ഇടപെടുവാനോ വിനയത്തോടുകൂടി പെരുമാറാനോ ഇവർക്ക് കഴിയുകയില്ല. അതിന് അതിര് കവിഞ്ഞ ആത്മവിശ്വാസവും ആരെയും വകവയ്ക്കാത്ത പ്രകൃതവുമാണ് ഭരണി നക്ഷത്രത്തിനുള്ളത്. ആജ്ഞാശക്തിയും അഭിമാനബോധവും പ്രകടിപ്പിക്കേണ്ട രംഗങ്ങളിൽ ഇവർ വളരെ നന്നായി ശോഭിക്കുന്നവരാണ്. കടുത്ത മത്സരങ്ങളെയും പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മാത്രമേ ഇവർക്ക് വിജയം വരിക്കുവാൻ കഴിയുകയുള്ളൂ. ഏത് സദസ്സുകളിലും വളരെ നന്നായി ശോഭിക്കുന്നവരാണ് ഈ നക്ഷത്രത്തിൽ ജാതരായവർ. ഈ നക്ഷത്രക്കാരുടെ പെരുമാറ്റത്തിലോ സംസാരത്തിലോ യാതൊരു ലാളിത്യവും ഒരിക്കലും ഉണ്ടായിരിക്കുകയില്ല. മറ്റുള്ളവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഇവർ പരിഗണിക്കുകയുമില്ല. ഈ ഒരു സ്വഭാവം മൂലം ഇവർ മിക്കവരുടെയും നീരസത്തിന് പാത്രമാകുകയും ചെയ്യും. എന്നാൽ ഈ സ്വഭാവം തന്നെയായിരിക്കും ഇവരുടെ ജീവിത വിജയത്തിന് കളമൊരുക്കുന്നതും സന്തുഷ്ടി കൈവരുത്തുന്നതും. നല്ല ഉദാരതയും നല്ല ആത്മവിശ്വാസവും ആദർശങ്ങളോട് അതിയായ പ്രതിബദ്ധതയും നിരൂപണ സാമർഥ്യവും നല്ല ധീരത തുടങ്ങിയ ഗുണങ്ങൾ എല്ലാം ഒത്തിണങ്ങിയവരാണെങ്കിലും അന്യരുടെ കുറ്റവും കുറവുകളും കണ്ടുപിടിച്ച് അതിനെ നിശിതമായി വിമർശിക്കുന്ന ശീലവും ഇവർക്കുണ്ട്. പ്രവൃത്തികൾ കൊണ്ട് ഗുണം ഉണ്ടാകുമെന്നും പരിശ്രമിച്ചാൽ നടക്കാത്ത കാര്യങ്ങളില്ലെന്നും വിശ്വസിക്കുന്നവരാണ് ഭരണി നക്ഷത്രക്കാർ.
സത്യം വിട്ടും അന്യായമായും ഇവർ യാതൊന്നും പ്രവർത്തിക്കുകയില്ല. ഇവർക്ക് നല്ല ദേഹപുഷ്ടിയും ആരോഗ്യവും ഉണ്ടായിരിക്കും. രക്തവാതം, പിത്തം തുടങ്ങിയ അസുഖങ്ങൾക്കെതിരെ കരുതൽ ഉണ്ടായിരിക്കേണ്ടതാണ്. പിതാവിൽ നിന്നോ സന്താനങ്ങളിൽ നിന്നോ വലിയ ഗുണമൊന്നും ഈ നാളുകാർക്ക് ലഭിക്കുകയില്ല. എന്നാൽ സുഹൃത്തുക്കളിൽ നിന്ന് ധാരാളം പ്രയോജനം ഇവർക്ക് ലഭിക്കുകയും ചെയ്യും. ഒരു സൗഹൃദവും ദീർഘകാലം ഇവർക്ക് നിലനിൽക്കുകയില്ല. ആശയങ്ങളോടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവർക്കിടയിൽ വിലങ്ങുതടിയായി നിൽക്കുന്നതായിരിക്കും. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ ഇവരിൽ നിന്ന് സഹായം സ്വീകരിച്ചവർക്കും ശത്രുക്കളായി തന്നെ മാറുന്നതാണ്. ജീവിതത്തിലെ ആദ്യകാലവും അവസാന കാലവുമാണ് ഇവർക്ക് നല്ല കാലം. ഇക്കാലത്ത് ഇവർക്ക് സൽകീർത്തിയും സമ്പാദ്യവും ഉണ്ടാകും. ഇടപാടുകളിൽ വളരെ കണിശം കാണിക്കുന്ന ഇവർക്ക് സമ്പാദ്യങ്ങൾ വളരെ യാദൃച്ഛികങ്ങളായിരിക്കും. വിശാലമായ നെറ്റിത്തടവും മനോഹരമായ കണ്ണുകളും ഭരണി നക്ഷത്രക്കാരുടെ സവിശേഷതകളാണ്. നല്ല സ്വഭാവശുദ്ധിയുള്ള ഈ നക്ഷത്രക്കാർക്ക് സ്വതന്ത്ര സ്വഭാവവും ഉണ്ടായിരിക്കും. വളരെ പെട്ടെന്ന് കോപം വരും എന്ന പ്രത്യേകതയും ഇവർക്കുണ്ട്. ആരെയും ആശ്രയിക്കുന്നത് ഇവർക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. ഏതു പരിതസ്ഥിതിയിലും ജീവിച്ച് മുന്നോട്ട് പോകുവാൻ ഈ നാളുകാർക്ക് കഴിയുന്നതാണ്. ഇവർക്ക് ധാരാളം ശത്രുക്കളെ നേരിടേണ്ടതായി വരുന്നതാണ്. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ ഇവർ പരിഗണിക്കുകയില്ല. ക്ഷിപ്രകോപികളാണ് ഇവർ. ആഡംബരമായ ജീവിതം ഇവർ ഇഷ്ടപ്പെടുന്നു. ഇവർ മറ്റുള്ളവരുടെ സഹായം എപ്പോഴും ആഗ്രഹിക്കുന്നവരാണ്. മറ്റുള്ളവരെ സുഖിപ്പിച്ച് സംസാരിക്കുക എന്നത് ഇവർ ചെയ്യുകയും ഇല്ല. വിശ്രമമില്ലാത്ത പരിശ്രമം ഈ നാളുകാരുടെ പ്രത്യേകതയാണ്. ഏത് തൊഴിലിലും കൃത്യനിഷ്ഠയും സത്യസന്ധതയും ഇവർ പ്രകടിപ്പിക്കും. ഈ നക്ഷത്രക്കാർക്ക് വെള്ളത്തിനോട് നല്ല ഭയം ഉണ്ടാകും. 33 വയസ്സിന് ശേഷം ഇവർക്ക് ശ്രേഷ്ഠമായ ഒരു ജീവിതം ഉണ്ടാകും. ഇവരിൽ പലരും നല്ല തൻ്റെട സ്വഭാവം ഉള്ളവരാണ്. വേണ്ടുന്ന കാര്യങ്ങളിൽ ഇന്ന പ്രകാരമുള്ള നിശ്ചയത്തെ ലഭിച്ചവനായിട്ടും സത്യത്തോട് കൂടിയവനായും രോഗത്തോട് കൂടാത്തവനായും സമർത്ഥനായും സുഖിയായും ഭവിക്കുന്നു എന്ന് ഭരണി നക്ഷത്രത്തെ ഋഷീശ്വരന്മാർ നിർവചിച്ചിരിക്കുന്നു. ഭരണി നക്ഷത്രത്തിൻ്റെ 1-ാം പാദത്തിൽ ജനിക്കുമ്പോൾ ചെമ്പിച്ച രോമങ്ങളോട് കൂടിയും ക്രൂരനായും ശത്രുക്കൾക്ക് സന്താപത്തെ ഉണ്ടാക്കുന്നവനായും വലുതായിരിക്കുന്ന മനസ്സോടു കൂടിയവനായും ശൗര്യത്തോടു കൂടിയവനായും പിടിച്ചതിനെ വിടാത്തവനായും വളരെ തീക്ഷ്ണ ബുദ്ധിയായും വിശാല മനസ്കനും പരാക്രമിയും ആയി ഭവിക്കുന്നു. ഈ നക്ഷത്രത്തിൻ്റെ 2-ാം പാദത്തിൽ ജനിക്കുമ്പോൾ ഉത്സാഹമില്ലാത്തവനായും സാമർഥ്യമുള്ളവനായും കാമിയായും ബുദ്ധിമാനായും ഗുണസമ്പന്നനും ശാസ്ത്രജ്ഞനും ധർമ്മിഷ്ഠനും ആയി ഭവിക്കുന്നു. എന്നാൽ ഈ നക്ഷത്രത്തിൻ്റെ 3-ാം പാദത്തിൽ ജനിക്കുമ്പോൾ മെലിഞ്ഞും നീളമേറിയും ഇരിക്കുന്ന ശരീരവും അഭിമാനിയായും വലിയ കണ്ണുകളോട് കൂടിയവനായും മഹാബുദ്ധിയായും അല്പം കൊണ്ട് കോപിക്കുന്നവനായും അല്പം കൊണ്ട് സന്തോഷിക്കുന്നവനായും ഭവിക്കുന്നു. 4-ാം പാദത്തിൽ ജനിക്കുമ്പോൾ ദയ ഇല്ലാത്തവനായും സാഹസിയായും ക്രൂരനായും ശാഠ്യത്തോട് കൂടിയവനായും ഗർവുള്ളവനും നിർബന്ധശീലനും അഹങ്കാരിയും ദുർജനങ്ങളിൽ പ്രീതി ഉള്ളവനായും ഗുണങ്ങളിൽ പ്രീതി ഇല്ലാത്തവനും സ്ഥിരചിത്തനായും ഭവിക്കുന്നു എന്ന് ആചാര്യന്മാരാൽ എഴുതപ്പെട്ടിരിക്കുന്നു. കുതിരയുടെ മുഖമുള്ള ഭരണി നക്ഷത്രം പുണ്യകർമ്മങ്ങൾക്കും ജ്ഞാനകലാവിദ്യകൾക്കും രതിലീലകൾ തുടങ്ങിയവയ്ക്കും അനുകൂല നക്ഷത്രമെന്ന് ആചാര്യന്മാർ പറയുന്നു. ഈ നക്ഷത്രക്കാർ
മേടക്കൂറിൽ ശുക്രദശയിൽ ജനിക്കുന്നു. തുടർന്ന് ആദിത്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു, വ്യാഴം എന്നിങ്ങനെ ദശാകാലങ്ങൾ പിന്നിടുന്നു. തിരുവാതിര, അനിഴം, തൃക്കേട്ട, അവിട്ടം എന്നീ നക്ഷത്രക്കാരുമായി ചേർച്ചയില്ല. ഈ നക്ഷത്രക്കാരുമായുള്ള വിവാഹം, കൂട്ടു ബിസിനസ് എന്നിവകൾ ശുഭകരമായിരിക്കുകയില്ല. ഭരണി നക്ഷത്രക്കാർക്ക് അനുയോജ്യ രത്നങ്ങൾ വജ്രവും പവിഴവും ആണ്. ചൊവ്വയും വെള്ളിയും കാര്യസാധ്യങ്ങൾക്ക് അനുയോജ്യ ദിവസങ്ങളായിരിക്കും. ചുവപ്പ്, സ്വർണ്ണനിറം, ചാരനിറം എന്നീ നിറങ്ങൾ അനുയോജ്യ നിറങ്ങളാണ്. ഭദ്രകാളിയും യമനും നക്ഷത്ര ദേവതകളാണ്. മേൽപ്പറഞ്ഞവകളാണ് ഭരണി നക്ഷത്രത്തിൻ്റെ സൂക്ഷ്മ സ്വഭാവങ്ങളും പെരുമാറ്റ രീതികളും. വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.